ഹായ്, ഇന്ന് നമുക്കൊരു ഫ്രൈ പാൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ചപ്പാത്തി ദോശയൊക്കെ ചുടുന്ന തവിയാണ്. അപ്പോൾ ഇത് കേടായതാണ്. ഇത് നമുക്കിനി ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് സാധാരണ നമ്മൾ കേട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപേക്ഷിക്കാറാണ് പതിവ്. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അതാ വൈഫ് ഉപേക്ഷിച്ച തവ നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിനേക്കാളും വട്ടത്തിൽ നമ്മളൊരു ചാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഉൾഭാഗത്ത്, അതായത് നമ്മുടെ മുൻഭാഗത്ത്, തവയുടെ മുൻഭാഗത്ത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാക്ക്, അതായത് ചണച്ചാക്കാണ്, ചെറിയ നൂല് വരുന്ന ചണച്ചാക്ക്, അത് എഴുത്തില്ലാത്ത ചണച്ചാക്ക് നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം കഴിയുന്നതും എഴുത്തില്ലാത്ത ചാക്ക് നോക്കി തിരഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത ശേഷം ആ ചാക്ക് ഇതിനുള്ളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പുറത്തേക്ക്, അതായത് നമ്മുടെ തവയുടെ പുറംഭാഗത്തേക്ക് മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ റൗണ്ടിൽ ഇത് എടുക്കുന്നത്. തവയുടെ മുൻഭാഗത്ത് നമ്മൾ ചാക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ പൊട്ടിപ്പോയ ഒരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാതി ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള പോട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് പാട്ടകളോ മഗ്ഗുകളോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് അതിൻ്റെ പാതി ഭാഗം, ഇതേപോലെ പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമുക്ക് അതിൻ്റെ പാതി ഭാഗം ഇതേപോലെ ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ആ പാതി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാത്രവും, അതായത് നമ്മൾ എടുത്ത ഈ പാതി പോട്ടിൻ്റെ പീസും നമുക്കൊന്ന് ചാക്കിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ചാക്ക് ഒട്ടിച്ചെടുക്കുന്നു. ചാക്കിൻ്റെ കൂടുതലുള്ള ഭാഗം നമുക്ക് നമ്മുടെ പോട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഉൾഭാഗത്ത് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഒട്ടിച്ചെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലും ഉൾഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ പാതി ഭാഗം നമ്മൾ ചാക്ക് പൊതിഞ്ഞെടുത്തു. ഇനി നമ്മുടെ തവയുടെ, അതായത് കൂടുതലുള്ള ചാക്കിൻ്റെ ഭാഗം നമുക്ക് തവയുടെ പുറംഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അടിഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതും ഇതേപോലെ ചാക്ക് മടക്കി നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത് നല്ലത്. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലി പൂർത്തിയാവും. തവയിലെ ചാക്ക് നമ്മൾ ഒട്ടിച്ച് വൃത്തിയാക്കിയെടുത്തു. ഈ നമ്മുടെ പോട്ട്, അതായത് നമ്മൾ ചാക്ക് പൊതിഞ്ഞെടുത്ത നമ്മുടെ പാതി ഈ പോട്ട് നമുക്ക് ഇതിന്, അതായത് നമ്മുടെ തവയുടെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത ശേഷം, അതായത് തവയുടെ അടിഭാഗത്തേക്കാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇത് കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ തവയിൽ പോട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചണനൂലാണ്. ഈ ചണനൂൽ നമ്മൾ ഇതിൻ്റെ, അതായത് നമ്മുടെ തവയുടെ കയ്യിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈയുടെ ഭാഗത്ത് മുഴുവനായിട്ടും നമ്മൾ ഈ ചണനൂല് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച ശേഷം നമ്മളത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വണ്ണം കൂടിയ ചണനൂലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഹാർഡ്വെയർ കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. തവയുടെ കയ്യിൽ മുകൾ ഭാഗത്തുള്ള ആ ഹോള് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ നൂല് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ളിലൂടെ കോർത്തുകൊണ്ടാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. കാരണം ഈ ഹോള് നമുക്ക് ആവശ്യമുള്ളതാണ്.
ഇനി നമ്മൾ ഉപയോഗിച്ച ചണനൂലിൻ്റെ അതായത് 3 പീസുകൾ ഒരുമിച്ച് നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ മുടിയൊക്കെ പിന്നി ഇടുന്നത് പോലെ നമ്മൾ മെടഞ്ഞെടുത്തതാണ് ഈ കയറ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ വക്ക് ഭാഗങ്ങളിലൂടെ, അതായത് നമ്മുടെ തവയുടെ വക്കിലൂടെ, അതേപോലെ തന്നെ നമ്മുടെ പോട്ടിൻ്റെ വക്കിലൂടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ തവയുടെയും പോട്ടിൻ്റെയും വക്കുഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ആ കയറ് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് പാളയാണ്. നന്നായിട്ട് ഉണങ്ങിയ പാളയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ആ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതളുകളായിട്ട്, അതായത് ലീഫുകൾ പോലെ ഈ ഇതളുകളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലീഫുകൾ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് 10 ഇതളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 ഇതളുകൾ ഇതേപോലെ അടിഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ശേഷം മുകൾ ഭാഗത്ത് വെക്കുന്ന ഇതളിൻ്റെ അടിഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ, അതായത് 2 ഇതളുകൾ വരുന്നതിൻ്റെ ഗ്യാപ്പിൽ നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഇതളുകളും നമ്മൾ മുകൾ ഭാഗത്ത് ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു റൗണ്ട് പീസിലൊരു നമ്മൾ പാളയുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തും ഗം അപ്ലൈ ചെയ്ത് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ഫ്ലവർ ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് 2 ചെറിയ ഫ്ലവറും നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. വലിയ 2 ഫ്ലവറുകൾ നമ്മൾ ഒന്ന് പോട്ടിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, പോട്ടിൻ്റെ നടുഭാഗത്ത്. മറ്റൊന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ, അതായത് നമ്മുടെ ഇത് തൂക്കിയിടാനുള്ള ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ തവയുടെ കയ്യിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ 2 വലിയ ഫ്ലവറുകൾ നമ്മൾ ഒട്ടിച്ചെടുക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കമ്പാണ്, ഒരു മരത്തിൻ്റെ കമ്പാണ്. അതിപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ കമ്പ് എടുത്താൽ മതി. ഇതൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമുക്ക് ആദ്യം. അപ്പോൾ നമ്മുടെ കമ്പ് നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. ഈ പോട്ടിനുള്ളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളത് ഒട്ടിക്കുന്നത്. കുറച്ച് ചെരിഞ്ഞ രീതിയിലാണ് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കമ്പ് ഏത് രീതിയിലാണോ അതിനനുസരിച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ 2 ചെറിയ ഫ്ലവറുകളും കുറച്ച് ലീഫുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ കമ്പിന് മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക്, അതായത് നമ്മുടെ ഭാവനക്കനുസരിച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കമ്പിൽ, അതായത് നമ്മുടെ ചെടിയിൽ നമ്മൾ ഫ്ലവറുകൾ ലീഫുകളൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ പാള ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാളയിൽ മുഴുവനായിട്ടും, പാളയിൽ അതേപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ കമ്പിൽ നമ്മൾ ഈ പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലീക്കാണ്. അത് സ്ലീക്കോ ടച്ച് വുഡോ അല്ലെങ്കിൽ വാർണിഷോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പാള വളരെ കാലം, അതായത് ഒരുപാട് കാലങ്ങളോളം, വർഷങ്ങളോളം ഒരു കേടും കൂടാതെ ഇതേപോലെ നിന്നോളൂ. നനയ്ക്കരുത് എന്ന് മാത്രം. നനവ് വന്നിട്ടില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇത് ഇതേപോലെ നിലനിൽക്കും.
അപ്പോൾ നമ്മുടെ ഓൾഡ് തവ കൊണ്ടുള്ള ക്രാഫ്റ്റ് ഇത് അടിപൊളിയല്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പണച്ചെലവൊന്നുമില്ലാതെ ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന വളരെ അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.